പ്രതികളെ സംരക്ഷിക്കാനാണ് എപ്പോഴും സർക്കാർ ശ്രമിക്കുന്നത്. ഞാൻ ഒരുപാട് പരാതി കൊടുത്തിട്ടും എല്ലാ വിധത്തിലും മുഖ്യമന്ത്രിയെ കണ്ട് ആരോഗ്യമന്ത്രി, അപ്പോൾ അവർ പറയുന്നത് ഞങ്ങൾ നിങ്ങളുടെ കൂടെ ഉണ്ടെന്ന് പറഞ്ഞു. പക്ഷേ ഇങ്ങനെ സ്വന്തം പ്രതികളെ സംരക്ഷിച്ചുകൊണ്ടാണ് ഒരു അതിജീവിത കൂടെ ഉണ്ടെങ്കിൽ അവർ കൂടെ നിൽക്കാത്തതാണ് നല്ലത്. അപ്പോൾ എനിക്ക് എന്തായാലും നീതി കിട്ടാൻ വേണ്ടി ഞാൻ ശ്രമിക്കും. ട്രിബ്യൂണലിന്റെ തീരുമാനം അനുസരിച്ചാണല്ലോ ഇത്തരത്തിൽ മെഡിക്കൽ കോളേജിലേക്ക് തന്നെ ഉണ്ടായിട്ടുള്ളത്. ഇപ്പോൾ സർക്കാരിന്റെ മാത്രം തീരുമാനം എന്ന് പറയാൻ കഴിയുമോ? അല്ല, ഞങ്ങൾ പരാതി കൊടുത്തത് സർക്കാരിനാണ്. അപ്പോൾ അതിൽ അവരെന്താ തീരുമാനം എടുക്കുന്നത്? കോടതിയിൽ നടക്കുന്ന കേസാണ്. അപ്പോൾ അതിൽ അവരെന്താ തീരുമാനം എടുക്കുന്നത് ഞങ്ങൾക്കറിയണം. കേസ് ഇപ്പം നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. കേസ് നടക്കുന്നുണ്ട്. സമരം തന്നെ. എനിക്ക് എന്തായാലും ഇതിൽ നീതി കിട്ടണം. ഇതിൽ സത്യസന്ധമായ നീതി കിട്ടുന്നവരെ ഞാൻ സമരം ചെയ്യും. സസ്പെൻഡ് അല്ല, പിരിച്ചു വിട്ടു. അല്ല, IG-യുടെ റിപ്പോർട്ടിൽ ഇവർ കുറ്റക്കാരാണെന്നും ഇവർക്കെതിരെ നടപടി എടുക്കണമെന്നാണ് ആവശ്യപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെ ജോലി തിരിച്ചെടുത്തിട്ടാണോ അവർക്കെതിരെ നടപടി എടുത്തതെന്നുള്ളത് എനിക്ക് അത് എന്തായാലും അതറിയണം. അങ്ങനെയാണോ അവരുടെ ഒരു ഉത്തരവ് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ അവരെ തിരിച്ച് ജോലിയിലേക്ക് എടുക്കുക. ഇനി നിങ്ങൾ തെറ്റ് ചെയ്തോളൂ, അല്ലെങ്കിൽ നിങ്ങളുടെ കൂടെ ഉണ്ടെന്നാണ്, അവരുടെ പ്രതികളുടെ കൂടെയാണ് സർക്കാർ എപ്പോഴും നിൽക്കുന്നത് എന്നുള്ളത് വീണ്ടും വീണ്ടും തെളിയിക്കുകയാണ്. അപ്പോൾ അത് എന്താണെന്നുള്ളത് എനിക്കറിയണം. ഡിമാൻഡ് എന്താണ്? അവർ പിരിച്ചുവിടണമെന്നാണോ, അല്ലെങ്കിൽ ഇവിടുന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ മറ്റു സ്ഥലങ്ങളിലേക്ക് മാറ്റണം എന്നുള്ളതാണ്? അല്ല, പിരിച്ചുവിടണം തന്നെയാണ്. അവർ തെറ്റ് ചെയ്ത ആളുകളാണ്. അവർ ഞാൻ ആ സമയത്ത് ഏത് മാനസികാവസ്ഥയിലാണ് ഞാൻ കിടക്കുന്നതെന്നുള്ളത് എനിക്കറിയുള്ളൂ. ആ സമയത്ത് വന്നിട്ട് അത്ര മോശമായിട്ട് ഒരു സ്ത്രീയെ എത്രത്തോളം താഴ്ത്തി കെട്ടാന്നുള്ള നിലക്കാണ് അവർ സംസാരിച്ചത്. നിങ്ങളുടെ ഭർത്താവുമായിട്ട് ഇങ്ങനെയൊക്കെ കഴിയുന്നതല്ലേ, അപ്പം നിങ്ങൾക്കത് ക്ഷമിക്കാനുള്ളതല്ലേ ഉള്ളൂ. ഞാൻ എൻ്റെ ഭർത്താവുമായിട്ട് എങ്ങനെ, ഏതൊരു സ്ത്രീ ആയാലും. പക്ഷെ മറ്റുള്ള പുരുഷന്മാർ എന്ത് ചെയ്താലും, പീഡിപ്പിക്കാൻ ശ്രമിച്ചാലും ഞങ്ങളത് ക്ഷമിച്ച് നിൽക്കണം. അത്തരം ഒരു മറുപടി അല്ലല്ലോ നമ്മൾ അവരോട് കാണിക്കണ്ടേ. അപ്പോൾ ഇനി എന്ത് പറഞ്ഞാലും ഞങ്ങൾ നിങ്ങളെ കൂടെയുണ്ട്, നിങ്ങൾ എന്ത് പറഞ്ഞോളൂ, അല്ലെങ്കിൽ നിങ്ങൾ ആരെങ്കിലും പീഡിപ്പിച്ചോളൂ. അത്തരമാണ് മെഡിക്കൽ കോളേജിൻ്റെ ഭാഗത്തു നിന്നുണ്ടായത്. തീർച്ചയായിട്ടും ഞങ്ങൾ നീതി കിട്ടുന്നവരെ ഒരു സമരം. പ്രിൻസിപ്പാളിനെ ആദ്യം കാണട്ടെ, എന്നിട്ട് എന്താ തീരുമാനം എന്നുള്ളത് അറിഞ്ഞിട്ട്.